എല്ലാവർക്കും നമസ്കാരം. റിവിറ്റ് ആർക്കിൻ്റെ ഒരു പുതിയ വീഡിയോ. ബിൽഡിങ്ങുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു സോഫ്റ്റ്വെയറാണ് റിവിറ്റ്. ഏറ്റവും കൂടുതൽ ജോലി സാധ്യത ബിൽഡിംഗ് കൺസൾട്ടൻസിലും കോൺട്രാക്ടിങ് കമ്പനിയിൽ ഉള്ള ഒരു സോഫ്റ്റ്വെയറാണ് റിവിറ്റ്. ഓട്ടോകാഡ് പോലെ തന്നെ അത് ചെയ്യാൻ പറ്റും, പക്ഷെ അത്ര ഈസി അല്ല. നല്ലപോലെ അറിഞ്ഞിരിക്കേണ്ട ഒരു സോഫ്റ്റ്വെയറാണ്. ഡീപ്പായിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ ഫാമിലിയും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അറിഞ്ഞ പാരാമീറ്ററും അങ്ങനെയെല്ലാം ഇത്രയുമുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിരുന്നാൽ അത് ഈസി ആയിട്ട് റിവിറ്റ് കൈകാര്യം ചെയ്യാൻ പറ്റും. ഓക്കെ, ഇന്ന് പറയാൻ പോകുന്നത് ബിൽഡിങ്ങിന്റെ ബ്ലോക്ക് വാൾ, അതിൻ്റെ ഒരു ചെറിയ ക്വാണ്ടിറ്റി എങ്ങനെ എടുക്കുന്നു, ഓക്കെ, ടോട്ടൽ കോസ്റ്റ് എങ്ങനെ വരും എന്നുള്ള കാര്യങ്ങൾ മാത്രമാണ്. ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. ഇതിനു മുമ്പ് കുറേ ചെറിയ ചെറിയ വീഡിയോകൾ ബിൽഡിങ്ങുമായി ബന്ധപ്പെട്ട് കുറേ റിവിറ്റിൽ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഓക്കെ, അതിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ പ്ലീസ് മെസ്സേജ് വിട്ടാൽ മതി. ഓക്കെ, ഇതിനു വേണ്ടി നമ്മൾ ഒരു ബ്ലോക്ക് വാൾ വരച്ചിട്ടുണ്ട്. 20 സെന്റിമീറ്റർ തിക്നെസ്സിലുള്ള ഒരു ബ്ലോക്ക് വാള്. അതിൻ്റെ അകത്തുള്ള ബ്ലോക്കിന്റെ സൈസാണിത്. 20, 30, 20 സെന്റിമീറ്റർ. ഒരു ബ്ലോക്കിന്റെ വോളിയം ആണിത്, മീറ്റർ ക്യൂബ്. ഇത് 1 ബ്ലോക്കിന്റെ കോസ്റ്റ് എത്ര നമുക്കിനി കണ്ടുപിടിക്കേണ്ടത് നമ്പർ ഓഫ് ബ്ലോക്ക്, ടോട്ടൽ കോസ്റ്റ് ഓഫ് ബ്ലോക്ക്. ഓക്കെ, ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. ഇങ്ങനെയാണ് ഷെഡ്യൂള്. വാൾ മെറ്റീരിയൽ ഷെഡ്യൂൾ ഇങ്ങനെ വരും. ഓക്കെ, ഓരോ വാളിന് നമ്മൾ ടാഗ് കൊടുക്കണം, എന്നാലേ അറിയത്തുള്ളൂ ഏതൊക്കെ വാൾ ഏത് സൈസാണ്. അതിന്റെ ടാഗ് കൊടുക്കാൻ വേണ്ടിയാണ് TG പ്രസ് ചെയ്താൽ മതി. TG. എന്നിട്ട് ഈ വാള് ബ്ലോക്കിൽ പ്രസ് ചെയ്യുക, എന്നിട്ട് എഡിറ്റ് ടൈപ്പ്. നമ്മൾ റിവിറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതാണ് ടൈപ്പ് മാർക്ക്. ടൈപ്പ് മാർക്ക് നമ്മൾ ചേഞ്ച് ചെയ്താൽ അവിടെ ചേഞ്ച് ആവും. ഓക്കെ, 200 കൊടുത്തതിന്റെ കാര്യം മില്ലിമീറ്റർ എന്നുള്ള രീതിയിൽ 200 കൊടുത്ത് 20 കൊടുക്കാം. സെന്റിമീറ്റർ ഉള്ള രീതിയിൽ കുഴപ്പമില്ല. അപ്ലൈ ചെയ്യുക. ഓക്കെ, ഇതിനു വേണ്ടി നമുക്ക് പാരാമീറ്റർ ഉണ്ടാക്കാം. അതിനുവേണ്ടി മാനേജ് പ്രൊജക്ട് പാരാമീറ്റർ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ആഡ്. ഓക്കെ, എന്നിട്ട് ഒരു ബ്ലോക്കിന്റെ 1 ബ്ലോക്കിന്റെ വോളിയം നമ്മൾ ചെയ്യണം. 1 ബ്ലോക്ക് വോളിയം ഇതില് കോമൺ ലെന്ത് മാറ്റിയിട്ട് വോളിയം അല്ലേ, വോളിയം ആകുമ്പോൾ ഇവിടെ വോളിയം കിടപ്പുണ്ട്, അതിടുക. ഇത് നമുക്ക് ഇഷ്ടമുള്ള കൊടുക്കാം. ഇതിൽ ഐഡന്റിറ്റി ഡേറ്റ. ഓക്കെ, ഇതേത് റിലേറ്റഡാ വാള്, അത് ക്ലിയർ ആയിട്ട് കൊടുക്കണം. എന്നാലേ വാളിന്റെ ഷെഡ്യൂളിൻ്റെ അകത്ത് ഇത് കിട്ടത്തുള്ളൂ. വാള് ഇത് നമുക്കൊരു ടൈപ്പ് കൊടുക്കാം. ടൈപ്പ് വാള്. ഓക്കെ, ഓക്കെ കൊടുക്കുക. ഒന്നുകൂടെ നമുക്ക് ആഡ് ചെയ്യണം. 1 ബ്ലോക്ക് കോസ്റ്റ്. ഓക്കെ, അതിന് ടൈപ്പ് കോസ്റ്റ് ആകുമ്പോൾ ഇവിടെ കൊടുക്കേണ്ടത് ലെന്തും കാര്യങ്ങളൊന്നുമല്ല, ഇവിടെ കറൻസി കൊടുക്കണം. ഓക്കെ, ഇവിടെ നേരത്തെ കൊടുത്തത് തന്നെ കൊടുക്കാൻ പറ്റും, $, കൊടുക്കാൻ പറ്റും. ഓക്കെ,
ഇവിടെ വാള് കൊടുക്കണം. നമ്മൾ വാളിന്റെ ക്വാണ്ടിറ്റി എടുക്കാൻ വേണ്ടിയാണ്, അതുകൊണ്ടാണ് വാള് കൊടുക്കേണ്ടത്. ഓക്കെ, രണ്ട് പാരാമീറ്റർ ഉണ്ടാക്കി, പ്രൊജക്ട് പാരാമീറ്റർ. ഓക്കെ, എന്നിട്ട് ഓക്കെ കൊടുക്കുക. ഇത് കാണണമെങ്കിൽ ഈ വാള് പ്രസ് ചെയ്യുക, എന്നിട്ട് എഡിറ്റ് ടൈപ്പ് ഉണ്ടോ, ഇത് ഏതിൻ്റെ അടിയിൽ വന്നു, ഇതിൻ്റെ അടിയിൽ വന്നു. 1 of block volume, 1 block cost. ഓക്കെ, ഇതാണ് വോളിയം. 1 ബ്ലോക്കിന്റെ വോളിയം ഇതാണ്. നമുക്ക് ഇത് കൊടുക്കണം. വീണ്ടും എഡിറ്റ് ടൈപ്പ് വരിക, എന്നിട്ട് എവിടെ വോളിയത്തിന്റെ അവിടെ 0.012. ഓട്ടോമാറ്റിക് മീറ്റർ ക്യൂബ് വന്നു, വോളിയം വന്നു. കോസ്റ്റ് 50, ഇന്ത്യൻ മണി 50 റുപ്പീസ്. അപ്ലൈ. ഓക്കെ, വാളിൽ എത്രയും കൊടുത്തു വെച്ചു. ഡീറ്റെയിൽ എഡിറ്റ് ടൈപ്പ്. ഓക്കെ, ഇനിയും വേണ്ടത് എങ്ങനെ ഷെഡ്യൂൾ വരുത്താം. അതിനുവേണ്ടി വ്യൂ, ഷെഡ്യൂളിൻ്റെ അകത്ത് വന്നിട്ട് മെറ്റീരിയൽ ടേക്ക്. ഓക്കെ, ഇത് പ്രസ് ചെയ്യണം, ക്ലിക്ക് ചെയ്യണം. ഏതാ നമുക്ക് ഏതിൻ്റെ ഡീറ്റെയിൽ എടുക്കേണ്ട? വാളിൻ്റെ വാൾസ്. ഓക്കെ, ഇവിടെ ഉണ്ട് വാൾ വന്നു. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് വേണ്ട കാര്യങ്ങൾ എടുക്കുക. ടൈപ്പ് മാർക്ക് അറിയാമല്ലോ, W20 നമ്മൾ എഴുതിയായിരുന്നല്ലോ, അത് ഇവിടെ പ്രസ് ചെയ്യുക. എന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. എന്നിട്ട് അടുത്തത് എന്താണ്? അതിൻ്റെ വോളിയം. ടോട്ടൽ വോളിയം അത് ഞാൻ ഒന്നുകൂടെ കാണിച്ചുതരാം. ടോട്ടൽ മെറ്റീരിയൽ വോളിയം. ഓക്കെ, W1. ഈ വാളെ പ്രസ് ചെയ്യുക. മെറ്റീരിയൽ വോളിയം കണ്ടത്, ഏരിയ അല്ല, വോളിയം 2.4. ഓക്കെ, 1.44. വീണ്ടും ഇവിടെ വരിക, അതാണ് വേണ്ടത്. 2.4 വന്നു, 1.44. എഡിറ്റ് ടൈപ്പ്. ഓക്കെ, 1 നമ്മളിവിടെ പാരാമീറ്ററിൽ ഉണ്ടാക്കിയത് ഇവിടെ വന്നിട്ടുണ്ട്. 1 ബ്ലോക്ക് വോളിയം. ഓക്കെ, ഇത്രയും വന്നു. ഇനി നമുക്ക് വേണ്ടത് നമ്പർ ഓഫ് ബ്ലോക്സ് എങ്ങനെ കിട്ടും നോക്കാം. അതിനുവേണ്ടി വീണ്ടും എഡിറ്റ് വരിക, ആഡ് കാൽക്കുലേറ്റർ പാരാമീറ്റർ. ഓക്കെ, അതിനുവേണ്ടി ഇത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ ടോട്ടൽ number of blocks. ഓക്കെ, ടോട്ടൽ നമ്പർ ഓഫ് ബ്ലോക്സ്. അതിനുവേണ്ടി ഫോർമുലയ്ക്കകത്ത് പ്രസ് ചെയ്യുക. മെറ്റീരിയൽ വോളിയം. ഓക്കെ, ഡിവൈഡ് ബൈ 1 ബ്ലോക്ക് വോളിയം. എന്നിട്ട് ഓക്കെ കൊടുക്കുക. ഇവിടെ ഓട്ടോമാറ്റിക് വന്നു. വീണ്ടും ഓക്കെ അടിക്കുക. ഓക്കെ, ഇത് ടാഗ് ചെയ്ത് വെക്കുക. ഇനി അടുത്തത് വേണ്ടത് ഓക്കെ, ടോട്ടൽ നമ്പർ ഓഫ് ബ്ലോക്ക് കിട്ടി. ഇനി വേണ്ടത് കോസ്റ്റ്.
1 ബ്ലോക്ക് കോസ്റ്റ്. ഓക്കെ, 1 ബ്ലോക്ക് കോസ്റ്റ് ഒരു ബ്ലോക്കിന്റെ എത്രയാണ്? 50 രൂപയാണ് കേട്ടത്, ഇന്ത്യൻ മണി. ഓക്കെ, ഇനി വേണ്ടത് ടോട്ടൽ കോസ്റ്റ് ഓഫ് ബ്ലോക്ക്. അതിനുവേണ്ടി വീണ്ടും എഡിറ്റ് ടൈപ്പ് ഈ ഫോർമുല ഇത് പ്രസ് ചെയ്യുക. ഓക്കെ, ടോട്ടൽ കോസ്റ്റ് ഓഫ് ബ്ലോക്സ്. ഓക്കെ, അത് വീണ്ടും ഫോർമുല ടോട്ടൽ നമ്പർ ഇൻറ്റു 1 ബ്ലോക്ക് കോസ്റ്റ്. ഓക്കെ, ഇവിടെ വന്നു. ഓക്കെ, ഇങ്ങനെയാണ് ഷെഡ്യൂൾ ഉണ്ടാക്കുന്നത്. ഓക്കെ, ഇതിന്റെ ടോട്ടൽ അറിയാൻ വേണ്ടി വീണ്ടും എഡിറ്റ് ടൈപ്പ് ഇതിൽ വരിക. ടോട്ടൽ കോസ്റ്റ് നോ കാൽക്കുലേഷൻ അവിടെ പ്രസ് ചെയ്തിട്ട് ടോട്ടൽ കാൽക്കുലേറ്റ് ടോട്ടൽ. ഓക്കെ, ഓക്കെ, ഇതും ടോട്ടൽ നമ്പർ ഓഫ് ബ്ലോക്ക് അതും കാൽക്കുലേറ്റ് ടോട്ടൽ അടിക്കുക. വീണ്ടും ഇവിടെ വന്നിട്ട് ഗ്രാൻഡ് ടോട്ടൽ. ഓക്കെ, ടോട്ടൽ നമ്പർ ഓഫ് ബ്ലോക്സ് 320, ടോട്ടൽ കോസ്റ്റ് 16,000. ഇങ്ങനെയാണ് ഷെഡ്യൂൾ ഉണ്ടാക്കുന്നത്, വാൾ മെറ്റീരിയലിന്റെ കൊടുക്കുന്നത്. അത് ഇവിടെ വന്നിട്ടുണ്ട്. ഇതാണ് ഷെഡ്യൂളിന്റെ അണ്ടറിൽ വരും. നമുക്കത് ഷീറ്റിലോട്ട് എടുത്തിടാം. ഈ 2 ബ്ലോക്ക് വാളിന്റെ ഷെഡ്യൂളാണ് ഇത്. നമുക്കവിടെ കാര്യങ്ങളൊക്കെ ഇഷ്ടമുള്ള പേരുകളൊക്കെ കൊടുക്കാം. വാൾ മെറ്റീരിയലോ ബ്ലോക്ക് വാൾ ഡീറ്റെയിലോ എഡിറ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് ബ്ലോക്ക് വാളിന്റെ ഷെഡ്യൂൾ ഉണ്ടാക്കുന്നത്. ക്വാണ്ടിറ്റി എടുക്കുന്നവർക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇവിടെ ടൈപ്പ് ചെയ്താൽ മതി നമ്പർ ഓഫ് ബ്ലോക്ക് എത്ര ആയിരുന്നു. ഓക്കെ, 320. sorry 16,000. ഇങ്ങനെയാണ് ബ്ലോക്ക് വാൾ ഡീറ്റെയിലും ഷെഡ്യൂളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ മെസ്സേജ് വിട്ടാൽ മതി വാട്സപ്പിൽ. ഓക്കെ, ഇതെല്ലാം ഓൺലൈൻ ക്ലാസ്സോ ഓഫ്ലൈൻ ക്ലാസ്സോ എന്തെങ്കിലും വേണമെങ്കിൽ ഏറ്റവും അറിഞ്ഞിരിക്കേണ്ട റിവിറ്റ് എല്ലാവരും നല്ലപോലെ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ഇന്ന് പല ഓഫീസുകളും വേക്കൻസിയും കാര്യങ്ങളൊക്കെ എല്ലായിടത്തും വരുന്നുണ്ട്. ബിൽഡിംഗ് കൺസൾട്ടൻസിന് കോൺട്രാക്ടിങ് കമ്പനി, ഇത് ആർക്കിടെക്ചറൽ റിവിറ്റ് ഉണ്ട്, സ്ട്രക്ചറൽ റിവിറ്റ് ഉണ്ട്, MEP, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, അങ്ങനെ പല രീതിയിലുള്ള റിവിറ്റ് തന്നെ പല രീതിയിൽ ചെയ്യുന്നുണ്ട്. ഓട്ടോകാഡ് അറിയാവുന്നവർക്ക് റിവിറ്റും ഈസിയായിട്ട് പഠിച്ചെടുക്കാം. കുറച്ച് പാരാമീറ്ററും ഫാമിലി അങ്ങനെയുള്ള കുറച്ച് ഡീപ്പായിട്ട് കുറച്ച് അറിഞ്ഞിരുന്ന ഈസിയായിട്ട് റിവിറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു.